അടുത്തതായിട്ട് സ്ട്രിങ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. നമ്മൾ പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. നോർമലി സി പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്ട്രിങ്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ അറേ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പൈത്തണിനകത്ത് അതൊരു സ്ട്രിങ് ഒരു ടൈപ്പായിട്ട് തന്നെയുണ്ട്. അപ്പം ശരിക്കും സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 or more ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. സോ ഇനി 0 or more ക്യാരക്ടേഴ്സ് ചേരുന്ന ആ ഒരു സീക്വൻസിനെ നമ്മൾ സ്ട്രിങ് എന്നാണ് പറയുന്നത്. സോ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡബിൾ കോട്ട്സിനുള്ളിലാണ്. നമ്മൾ പ്രോംപ്റ്റിൽ നിന്നുകൊണ്ട് ഹായ് ദെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ്ങിനെ ഡബിൾ കോട്ട്സിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അത് എടുക്കുന്നത്. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് അതേ സ്ട്രിങ് വാല്യൂവിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്, അതായത് സ്ട്രിങ് കോൺസ്റ്റൻറ്റിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഹായ് ദെയർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാറാണ് പതിവ്. ഓക്കെ, ഇനി നമുക്ക് കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ട്രിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പൈത്തണിൻ്റെ കേസിൽ സ്ട്രിങ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം സ്ട്രിങ് എന്ന് പറയുന്നത് കുറേ ക്യാരക്ടേഴ്സ് 0 or more ക്യാരക്ടേഴ്സിൻ്റെ സീക്വൻസാണ് സ്ട്രിങ് എന്നറിയാം അല്ലേ. അപ്പോൾ ഇതിൽ ഓരോ ഇൻഡെക്സിലാണ് നമ്മൾ ഓരോ ക്യാരക്ടറായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇത് അര പോലെ തന്നെയാണ്. അപ്പോൾ ഈ STR എന്ന് പറഞ്ഞൊരു സ്ട്രിങ് നമുക്കുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ഓരോ ഇൻഡെക്സ് പൊസിഷൻസ് ഉണ്ട്. ആ ഇൻഡെക്സ് പൊസിഷൻസിലാണ് ഓരോരോ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ആക്സസ് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അതേസമയം ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, നോട്ട് മോഡിഫയബിൾ ആണ്. സിംഗിൾ ക്യാരക്ടറായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ഇമ്മ്യൂട്ടബിൾ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്ന പൈത്തണിനകത്ത് ഇമ്മ്യൂട്ടബിൾ ആണ്. വി ക്യാൻ ആക്സസ് ദി ഇൻറ്റേർണൽ എലമെൻറ്റ്സ് ഓർ ഡേറ്റ എലമെൻറ്റ്സ് ഫ്രം ദ സ്ട്രിങ് ബട്ട് cannot be replaced, inserted or removed. റീപ്ലേസ് ചെയ്യാനോ ഇൻസേർട്ട് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒന്നും തന്നെ പറ്റില്ല. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിനകത്ത് ഇപ്പോൾ നെയിം ഈക്വൽ ടു ABCD എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നെയിം ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഈ ആദ്യത്തെ ലെറ്റർ A ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെയിം ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 1 2 3. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് D ആയിരിക്കും. ഇങ്ങനെ ആ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ആ ഓരോ ക്യാരക്ടേഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലെങ്ത് വെച്ച് ആക്സസ് ചെയ്യാം. നെയിം ഓഫ് ലെങ്ത് ഓഫ് നെയിം നമുക്കറിയാം. ലെങ്ത് ഓഫ് നെയിം എടുക്കുമ്പോൾ ഇത് എത്ര കിട്ടും, 1 2 3 4 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇപ്പോൾ നെയിം ഓഫ് 4 എന്നായിരിക്കും ഇത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നമുക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 to 3 ഉള്ളൂ. സോ ദിസ് വിൽ പ്രൊഡ്യൂസ് ആൻ ഇൻഡെക്സ് എറർ. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് എററാണ്. അപ്പോൾ നമ്മൾ ലെങ്ത് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതിനെ ലെങ്ത് -1 ആയിരിക്കും അവസാനത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവസാനത്തെ ക്യാരക്ടറിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ ലെങ്ത് ഓഫ് നെയിം -1 എന്നുള്ള രീതിയിൽ. സോ അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് D ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ലാസ്റ്റ് ക്യാരക്ടറിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ക്യാരക്ടറിനെ പ്രിൻറ്റ് ചെയ്യാൻ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ -1 കൊടുക്കുക. -1 കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് ഓർഡറിൽ ഫസ്റ്റ് ക്യാരക്ടർ എന്നുള്ള മീനിങ് ആണ്. അതായത് ലാസ്റ്റ് ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം ഓഫ് -1 കൊടുക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് D ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നെയിം ഓഫ് -2 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, വിച്ച് ഈസ് C. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സ്ട്രിങ്സിൻ്റെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഓരോരോ എലമെൻ്റായിട്ട് ചൂസ് ചെയ്യുന്ന എങ്ങനെയാണ് കണ്ടത്. സോ ഇപ്പോൾ ഇനി അടുത്തതായിട്ട് ഡേറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മളൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. ഹായ് ദെയർ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമ്മൾ കൊടുത്തു വെച്ചു.
ഇനി ഇതിനെ ഓരോരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഓരോരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഓരോരോ സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ 0 to n-1 വരെയുള്ള ലെങ്ത് -1 വരെയുള്ള ക്യാരക്ടേഴ്സിന് നമ്മൾ ആക്സസ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ലൂപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ I in റേഞ്ച്, നമുക്കറിയാമല്ലോ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ലെങ്ത്ത് വരെയാണ് പോകുന്നത്. സോ ലെങ്ത് ഓഫ് ഈ പറഞ്ഞ വേരിയബിൾ ഡേറ്റ. ഓക്കെ, I സ്റ്റാർട്ട് ചെയ്ത് 0-ലായിരിക്കും I എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ ലൂപ്പിൻ്റെ കേസ് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അപ് ടു ലെങ്ത് ഓഫ് ഡേറ്റ വരെ പോകും. ഓക്കെ, എന്നിട്ട് ഇതിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുവാണ്. പ്രിൻറ്റ് I, ഡേറ്റ ഓഫ് ഇൻഡെക്സ്. ഇത് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആദ്യം ഐയുടെ വാല്യൂ 0 ആണ്. 0 ആയിരിക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ക്യാരക്ടർ ഡേറ്റ ഓഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡേറ്റ ഓഫ് 0 ആണ്, വിച്ച് ഇസ് H. അതുപോലെ അടുത്ത ഐയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത് ഡേറ്റ ഓഫ് 1 എന്ന് പറയുന്നത് I ആണ്. ഇതിങ്ങനെ ഓരോരോ പൊസിഷനിലും ഉള്ള ഡേറ്റ നമുക്ക് പ്രിൻറ്റ് ചെയ്യും. ലാസ്റ്റ് 8th പൊസിഷനിൽ എക്സ്ക്ലമേഷൻ മാർക്ക് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. ഇങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് അതിനെ ആക്സസ് ചെയ്യുന്നത്, സ്ട്രിങ്ങിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്ന കേസ് നോക്കി. അതുപോലെ തന്നെ നമുക്കിപ്പം ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം പ്ലസ് ഓപ്പറേറ്റർ നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പം ഡേറ്റ 1 ഈക്വൽ ടു ഹൈ, then data 2 equal to welcome. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ പറയുവാണ് ഡേറ്റ 3 ഈക്വൽ ടു ഡേറ്റ 1 പ്ലസ് ഡേറ്റ 2. എന്നിട്ട് ഈ ഡേറ്റ 3നെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ഡേറ്റ 3 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് വെൽക്കം എന്നുള്ള സ്ട്രിങ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ കൺകാറ്റിനേഷനൊക്കെ വളരെ ഈസി ആയിട്ട്, സ്ട്രിങ് കൺകാറ്റിനേഷനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പൈത്തണിനകത്ത് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ സബ്സ്ട്രിങ്സ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതാണ്. സ്ലൈസ് ചെയ്തെടുക്കുക. പൈത്തണിനകത്ത് സബ്സ്ട്രിങ്സിനെ സ്ലൈസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. സോ ഈ ഒരു സബ്സ്ട്രിങ്, നമ്മൾ ഒരു സ്ട്രിങ്ങിനകത്തുനിന്ന് സബ്സ്ട്രിങ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്ലൈസിങ് എന്ന് പറയും. സ്ലൈസിങ്. ഓക്കെ, ഇപ്പോൾ സ്ലൈസിങ് ചെയ്യുന്നത് നമ്മൾ ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് ഒരു ഫയൽ നെയിം myfile.txt എന്ന് പറയുന്ന ഒരു ഫയൽ നെയിം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് എനിക്ക് എന്താ പറയുക, ഫുൾ സബ്സ്ട്രിങ്, ഈ സ്ട്രിങ് ഫുള്ള് സബ്സ്ട്രിങ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ കൊടുക്കുന്നത് നെയിം ഓഫ് 0-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കോളൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഹോൾ സ്ട്രിങ് എന്നുള്ള മീനിങ് ആണ്, 0 മുതൽ ഹോൾ സ്ട്രിങ് വരെ. അതേസമയം നെയിം ഓഫ് 0,1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0th പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് പൊസിഷൻ വരെ ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 0th പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് ഇത് 0th പൊസിഷനാണ്. 0ലും M നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരും. 1 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റായിട്ടാണ് വരുന്നത്. എപ്പോഴും അപ്പർ ലിമിറ്റ് കൊടുക്കുന്നത് -1 വെച്ചിട്ടായിരിക്കും. അപ്പോൾ 1 - 1 എന്ന് പറയുന്നത് 0. അപ്പം 0 to 0 വരെയുള്ള ക്യാരക്ടറിനെ ആയിരിക്കും ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്, വിച്ച് ഇസ് M. അതുപോലെ നെയിം ഓഫ് 0,2 ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ 0 മുതൽ 1 വരെയുള്ളത്. 2 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് മൈ എന്നുള്ള ഒരു സ്ട്രിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്സ്ട്രിങ്ങിനെ എടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പം ലാസ്റ്റ് 3 ക്യാരക്ടേഴ്സാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതിനകത്ത് നെയിം ഓഫ് -1 നെയിം ഓഫ് -2 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടർ മാത്രം അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടർ മാത്രം ഇങ്ങനെയൊക്കെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിന് പകരം ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടുന്നതിനാണ് നമ്മൾ സ്ലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് 3 ക്യാരക്ടേഴ്സ് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സബ്സ്ട്രിങ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നെയിം ഓഫ് നമുക്ക് കിട്ടേണ്ടത് ലാസ്റ്റ് 3 ആണ്. അതുകൊണ്ട് -3 ദെൻ കോളൻ കൊടുക്കാം. -3 കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് 3 ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ TXT എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് 3 ക്യാരക്ടേഴ്സ്.
ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഫോർ ലൂപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഇൻ എന്ന ഓപ്പറേറ്റർ നമുക്ക് ഈ സ്ട്രിങ്ങിലെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ശരിക്കും റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ആ ടാർഗറ്റ് സ്ട്രിങ്ങിനകത്ത് ഉണ്ടെങ്കിൽ ട്രൂ എന്നുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. അതിനാണ് നമ്മൾ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫയൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിനകത്ത് കുറേ ഫയൽ നെയിംസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈ ഫയൽ .txt ഉണ്ട്, കോമ മൈ പ്രോഗ്രാം .exe ഉണ്ട്, ദെൻ യുവർ ഫയൽ .txt ഉണ്ട്. ഇത്രയും ഫയൽ നെയിംസ് ഈ ഒരു ലിസ്റ്റിനകത്ത് ഉണ്ടെന്ന് കരുതുക. ഇതിനകത്തുനിന്ന് എനിക്ക് .txt വരുന്ന ഫയലുകളെ മാത്രം ലിസ്റ്റ് ചെയ്ത് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ഫയൽ ലിസ്റ്റിനകത്ത് ഓരോരോ എലമെൻ്റായിട്ട് ആക്സസ് ചെയ്യണം അല്ലേ. ആക്സസ് ചെയ്തതിന് ശേഷം ആ ഓരോ സ്ട്രിങ്ങിനകത്തും .txt വരുന്നുണ്ടോ എന്ന് നോക്കണം. txt വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രിൻ്റ് ചെയ്യുക, വരുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഓരോരോ ഇതായിട്ട് ആക്സസ് ചെയ്യണം, ഓരോരോ സ്ട്രിങ് ആക്സസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഫോർ ലൂപ്പ് വേണ്ടി വരും. സോ ഫോർ ഫയൽ നെയിം, ഇതിവിടെ ഒരു വേരിയബിളാണ് നമ്മൾ കൊടുക്കുന്നത്, ഇൻ ഫയൽ ലിസ്റ്റ്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോരോ വാല്യൂസായിട്ട് ഫയൽ നെയിമിലേക്ക് എടുക്കും. ഓക്കെ. അപ്പോൾ ആ കിട്ടുന്ന ഫയൽ നെയിമിനകത്ത് .txt ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ഇഫ് .txt ഇൻ എവിടെ ഫയൽ നെയിമിനകത്ത് .txt ഉണ്ടോ എന്ന് നോക്കുന്ന ഓപ്പറേറ്ററാണ് ഇൻ. അപ്പോൾ ഈ ഒരു ഇൻ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇഫിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ ഫയൽ നെയിമിനകത്ത് .txt എന്ന് പറയുന്ന ഒരു സബ്സ്ട്രിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അതിൽ .txt ഉണ്ട്, ഫോൾസ് ആണെങ്കിൽ ഇല്ല. അപ്പോൾ ട്രൂ ആണെങ്കിൽ നമുക്ക് ആ ഇതിനെ പ്രിൻ്റ് ചെയ്യാൻ പറയാം, പ്രിൻറ്റ് ഫയൽ നെയിം. എൽസ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതെന്ത് ചെയ്യും? ആദ്യം മൈ ഫയൽ .txt ഫയൽ നെയിമിലേക്ക് എടുക്കും, .txt അതിനകത്തുണ്ടോ എന്ന് നോക്കും. അപ്പോൾ .txt പാറ്റേൺ ഉള്ളത് കൊണ്ട് ഇറ്റ് വിൽ റിട്ടേൺ എ ട്രൂ വാല്യൂ. അപ്പോൾ ഉടനെ തന്നെ ഫയൽ നെയിമിനെ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. സോ മൈ ഫയൽ .txt എന്നുള്ളത് ഔട്ട്പുട്ടിൽ വരും. ദെൻ അടുത്ത് മൈ പ്രോഗ്രാം .exe ആണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫയൽ നെയിമിനകത്ത് .txt ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വരുന്നത് ഫോൾസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അവിടെ ഒന്നും സംഭവിക്കില്ല. എഗെയിൻ നെക്സ്റ്റ് യുവർ ഫയൽ .txt എടുക്കും, അതിനകത്ത് .txt ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇത് നമുക്ക് ട്രൂ വാല്യൂ കിട്ടും. ഉടനെ തന്നെ അതിനെയും പ്രിൻ്റ് ചെയ്യും, യുവർ ഫയൽ .txt. അപ്പോൾ ഇതായിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ സ്ട്രിങ് മെത്തേഡ്സ്, കുറച്ച് പൈത്തണിനകത്ത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രിങ് മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രിങ് സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനകത്ത് എന്തൊക്കെ വേർഡ്സ് ഉണ്ടോ ആ വേർഡ്സിനെല്ലാം ഒരു ലിസ്റ്റായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയുള്ള മെത്തേഡാണ് ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ എടുക്കുകയാണ്. സെൻറ്റൻസിനകത്ത് ദിസ് സെൻറ്റൻസ്, ഇവിടെ ഒരു മെസ്സേജ് ഞാൻ കൊടുക്കുന്നതാണ്, സെൻറ്റൻസ് ആസ് നോ ലോങ് വേർഡ്സ്. ഇങ്ങനെ ഒരു സ്ട്രിങ് ഞാനിവിടെ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. അസൈൻ ചെയ്തതിന് ശേഷം വേർഡ്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റിലേക്ക് ഈ സെൻറ്റൻസ് .സ്പ്ലിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. സോ ഇവിടെ വേർഡ്സ് ഈക്വൽ ടു സെൻറ്റൻസ് .സ്പ്ലിറ്റ് എന്ന് കൊടുക്കുന്നു. സ്പ്ലിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേർഡ്സിനെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ലിസ്റ്റായിരിക്കും. ആ ലിസ്റ്റിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ദിസ് സെൻറ്റൻസ് ഹാസ് നോ ലോങ് വേർഡ്സ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സെൻറ്റൻസിനകത്തുള്ള ഓരോ വേർഡ്സിനെയും ഓരോ എൻട്രി ആയിട്ടുള്ള
ഒരു ലിസ്റ്റ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഈ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് വേർഡ്സ് എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 6. കാരണം ഇതിനകത്ത് നമുക്ക് 6 വേർഡ്സ് ഉണ്ടായിരുന്നു. ആ 6 വേർഡ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളൊരു ലിസ്റ്റാക്കി ആ ലിസ്റ്റിൻ്റെ ലെങ്ത്താണ് ഇപ്പോൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഫംഗ്ഷനാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഇനി അതുപോലെ അടുത്ത രണ്ടാമത്തെ ഒരു ഫംഗ്ഷനാണ് s.sender. ബ്രാക്കറ്റിനകത്ത് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ വിട്ടും കൂടി പറഞ്ഞു കൊടുക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ ഇത്രയും വിത്തിനുള്ളിൽ സെൻട്രലൈസ് ചെയ്ത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനകത്ത് s ഹായ് ദയർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ട്രിങ് എടുക്കുവാണ്. ദെൻ ഇനി ഞാൻ കൊടുക്കുന്നത് s.sender 11 എന്ന് കൊടുക്കുന്നു. ഇതിനകത്ത് ഓൾറെഡി 9 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇനി ഇതിനെ 11 ആക്കി മാറ്റുവാണ്. അപ്പോൾ 11 ആക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു സ്പേസ്, ദെൻ ഹായ് ദെയർ, ഇവിടെയും ഒരു സ്പേസ്. അങ്ങനെ ടോട്ടൽ 11 ക്യാരക്ടേഴ്സായിട്ട് റിട്ടേൺ ചെയ്യും. അതിൽ ഉള്ള സ്ട്രിങ്ങിനെ സെൻറ്ററിൽ അലൈൻ ചെയ്തും തരും. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്ട്രിങ് ഫംഗ്ഷൻ. മൂന്നാമത്തേത് s.count എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഈ കൗണ്ടിനകത്ത് നമുക്ക് സബ്സ്ട്രിങ് ഒബ്റ്റെയിൻ ചെയ്യാം. സബ്സ്ട്രിങ് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്തും കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്, ശരിക്കുള്ള ഫോർമാറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓപ്ഷണൽ ആർഗ്യുമെൻറ്റ്സ് കാണിക്കാനാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ടും എൻഡും പറയുന്നുണ്ടെങ്കിൽ കോമ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ അത് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടും എൻഡും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇൻഡെക്സ് മുതൽ ഏത് ഇൻഡെക്സ് വരെ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സബ്സ്ട്രിങ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എസ്സിനകത്ത് ഈ സബ്സ്ട്രിങ് അവൈലബിൾ ആണോ അല്ലയോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്യും. ആ കൗണ്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നതിനെയാണ് ഈ s.count എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എസ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് നേരത്തെ പോലെ തന്നെ ഹായ് ദയർ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് എടുത്തു. ദെൻ അതിനുശേഷം എനിക്ക് ഇതിനകത്ത് ഈയുടെ നമ്പർ ഓഫ് കൗണ്ട്സ് അറിയണം. അതിനുവേണ്ടി s.count e എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ഇ ഉണ്ടോ അത്രയും നമ്പർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇവിടെ 2 ഇ ആണുള്ളത്, അതുകൊണ്ട് 2 എണ്ണമായിട്ട് കാണിച്ചു തരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പൊസിഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ടും നമുക്ക് സ്ട്രിങ്സിനെ കൗണ്ട് ചെയ്ത് എടുപ്പിക്കാൻ പറ്റും. ദെൻ ഇനി നാലാമത്തതാണ് s.ends with. അതിനുള്ളിൽ നമ്മളൊരു സബ്സ്ട്രിങ് പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന സബ്സ്ട്രിങ് വെച്ചാണോ ഈ എസ്സിനകത്തുള്ള വാല്യൂ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, എൻഡ് ചെയ്തിരിക്കുന്നത് ഈ സബ്സ്ട്രിങ് വെച്ചാണ് എങ്കിൽ വിൽ ഗെറ്റ് എ ട്രൂ വാല്യൂ, എൽസ് വിൽ ഗെറ്റ് എ ഫോൾസ് വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പോലെ തന്നെ എസ്സിനകത്ത് ഹായ് ദയർ എന്നുള്ള ഒരു സ്ട്രിങ് എടുത്തു. ദെൻ ഇവിടെ നമ്മൾ s.ends with there ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു സബ്സ്ട്രിങ് ആണ്. ഈ സബ്സ്ട്രിങ് ഈ എസ്സിൻ്റെ അകത്തുള്ള സ്ട്രിങ്ങിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ആ ഉള്ളത് തന്നെ അവസാനം എൻഡ് ചെയ്യുന്നത് ഇത് വെച്ചാണോ എന്ന് നോക്കും. ആണെങ്കിൽ ട്രൂ വരും. നമുക്കിവിടെ ആയതുകൊണ്ട് അത് നമുക്ക് കിട്ടുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. ഇതേസമയം ഇവിടെ ഞാൻ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാതെ ദേറാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ പാറ്റേൺ കറക്റ്റ് ആവില്ല. കറക്റ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ഫോൾസ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഒരു സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് വേറൊരു പെർട്ടിക്കുലർ പാറ്റേണിലാണോ അല്ലയോ എന്നറിയാനുള്ള പ്രൊവിഷനാണ് ends with എന്ന് പറയുന്ന ഫംഗ്ഷൻ.